നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. നമസ്കാരം ഹരീഷ്ണൻ. നമസ്കാരം. കുറേ കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവെന്ന് കേട്ടാൽ അത് ഇഡിയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു കുറച്ച് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട്. പക്ഷേ പിന്നീട് വീണ്ടും അദ്ദേഹം, നമ്മളീ പറയില്ലേ, ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്തയെ മറയ്ക്കാൻ വേറൊരു വാർത്ത കൊണ്ടുവരുമെന്നൊക്കെ പറയില്ലേ, വളരെ സമർത്ഥമായിട്ട് ശ്രീ പിണറായി വിജയൻ ഈ ഇഡി തൻ്റെ മകളെ ആക്രമിക്കുന്നതിനെയും തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നതിൻ്റെയൊക്കെ വാർത്തകളെ അങ്ങ് മറിച്ചടിച്ച് മറ്റൊരു വിഷയത്തിന് വലിയൊരു വിഷയത്തിന്, അതിനിവ സ്വന്തം മുന്നണിയിലായാലെന്ത്, ഭരണപക്ഷത്തായാലെന്ത്, സംഭവം കുറുക്കി കൊണ്ടു അല്ലേ. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ ഉപനേതാവ് CPIയുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് അല്ലേ. CPIയുടെ രാജ്യസഭ MP-മാർ വരെ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കേരളത്തിൽ CPIക്ക് തന്നെ കൊടുക്കണം എന്ന്. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഒറ്റ അടിയടിച്ചിരിക്കുന്നു. താനാണ് സ്പീക്കർക്ക് കത്ത് കൊടുക്കുക, ആരാണ് പ്രതിപക്ഷ ഉപനേതാവെന്ന്, താൻ കത്ത് കൊടുക്കും ആരാകണമെന്ന് അല്ലേ. ഈ താനാണ് കത്ത് കൊടുക്കുക എന്ന് എടുത്തു പറയാൻ കാരണമുണ്ട്. 1-2 പേർ, അതായത് KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, KN ബാലഗോപാലിനെ ഉപനേതാവാക്കണമെന്ന് പറഞ്ഞിട്ട് തിരുവഞ്ചൂരിൻ്റെ അടുത്ത് പോയിരുന്നു അല്ലേ. KN ബാലഗോപാൽ തിരുവഞ്ചൂരിൻ്റെ അടുത്ത് നിന്നപ്പോൾ തിരുവഞ്ചൂര് പറഞ്ഞ എന്താണ്, ഒരു കത്തും കൊണ്ടുപോവാ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആ ധൈര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്, കത്ത് കൊണ്ടുവരാം, ഞാൻ കത്ത് കൊടുക്കും, പക്ഷെ കൊടുക്കുന്നത് ഒരു CPM നേതാവിൻ്റെ, CPM MLA പേരായിരിക്കുമെന്ന്. ഇതിൽ CPI കൊണ്ട് ഇളകിയിരിക്കുകയാണ് അല്ലേ. ബിനോയ് വിശ്വം വരെ, അങ്ങനെ പിണറായി വിജയനെതിരെ പരസ്യമായി പ്രതികരിക്കാത്ത CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വരെ പ്രതികരിച്ചു. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അതെ ശരിക്കും ബിനോയ് വിശ്വത്തിൻ്റെ നാവിൽ നിന്നും പിണറായി വിജയനെ അപക്വം മതി, പക്വതയില്ലാത്ത വ്യക്തി എന്നൊക്കെ പറയിപ്പിക്കണമെങ്കിൽ അത്രമാത്രം CPI മുന്നണിക്കുള്ളിൽ നാണം കെട്ടി നിൽക്കുകയാണല്ലേ. ശരിക്കും എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിൻ്റെ? അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്നത് ആണ് ഇന്നത്തെ പാർട്ടി. CPM എന്നാൽ പിണറായി വിജയനാണ്. പിണറായി വിജയനെതിരെ പറയുന്ന ആർക്കും അവിടെ CPMന് സ്വാധീനമുള്ള മേഖലയിൽ സ്ഥാനമില്ല. അതാണിപ്പോൾ CPIക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് ബിനോയ് വിശ്വത്തിനെ ആയാലും എല്ലാവരെയും തള്ളിപ്പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. ബിനോയ് വിശ്വം എടുത്ത സമയത്ത്, അതെല്ലാ സമയത്തും CPI വിമർശനങ്ങൾ നടത്താറുണ്ട്. CPMൻ്റെയൊക്കെ ഈ രീതികളിൽ ചിലപ്പോഴെങ്കിലും വിമർശനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയന് നേരെയാണ് ഇപ്പോഴത്തെ CPIയുടെ വിമർശനം. അതായത് CMRL കരിമണൽ വിഷയത്തിലും അതിനോടനുബന്ധമായിട്ട് ഉണ്ടായിരിക്കുന്ന കള്ളപ്പണ വിവാദത്തിലുമൊന്നും തന്നെ മുന്നണിക്കും പാർട്ടിക്കും യാതൊരു തരത്തിലുള്ള പങ്കുമില്ല, അല്ലെങ്കിൽ മുന്നണി ഇടപെടേണ്ട കാര്യമില്ല, പങ്കില്ലെന്നല്ല, ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ CPMോ CPI ഉൾപ്പെടുന്ന LDF മുന്നണിയോ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയായ ഞാൻ എൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ CPIക്ക് അങ്ങനെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണ്ട, അത് ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പം പിണറായി വിജയനെ ചുരണ്ടുവാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾക്ക് തരേണ്ട സ്ഥാനങ്ങളൊന്നും തരില്ല. ഇത് ഞാനാണ് കത്ത് കൊടുക്കേണ്ടത്, അതാണ് അവിടുത്തെ ഒരു സ്ട്രെസ്സിങ് പോയിന്റ്. ഞാനാണ് കത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കുടുംബത്തിനെ വിമർശിച്ചിട്ട് ഞാൻ കത്ത് തരുമെന്ന് നിങ്ങൾ സ്വപ്നേന പോലും വിശ്വസിക്കേണ്ട, വിചാരിക്കേണ്ട. അത് മാത്രമല്ല, ഉപനേതൃസ്ഥാനത്തിൽ നേരത്തെ തന്നെ CPMൽ മുറുക്കിയിട്ടുണ്ടായിരുന്നു. KN ബാലഗോപാലിന് വലിയ ആഗ്രഹമായിരുന്നു. ഇടയ്ക്ക് KN ബാലഗോപാൽ സഭയിലൊക്കെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇടപെടുന്ന ഒരു രീതി പോലും ഉണ്ടായി. മിണ്ടായിരിക്കാതെ എന്തെങ്കിലും ഇറങ്ങി പറഞ്ഞൂടെ, ഒരു കോർഡിനേറ്റർ പോലെ. അതെ. അപ്പം പിണറായി വിജയനെ അധിക്ഷേപിച്ചതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ, അത് മാത്രമല്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ വലിയൊരു എതിർപ്പ് അനുഭവപ്പെടുന്നൊരു സമയം കൂടിയാണ് CPM. അപ്പോൾ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കൂടെ നിർത്തിയില്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോവുക കൂടി ചെയ്യും. അപ്പോൾ ഈ 2 അവസരം കൂടെ ഒന്നിച്ച് വന്നിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഒരു മാസ് എന്ന് പാർട്ടിക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള ഡയലോഗിലൂടെ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ CPI പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പ് നടന്നിട്ടില്ല, അപ്പോഴേ CPIക്കുള്ളിൻ്റെ ആവശ്യമുണ്ട്, ഇത്തവണ തങ്ങൾ പ്രതിപക്ഷത്തിരിക്കും, അപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് കിട്ടും
പരാജയപ്പെടുന്ന ആദ്യം തന്നെ. അതെ, ആദ്യമേ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പരാജയപ്പെടുന്നുള്ള പ്രതീക്ഷ CPIക്ക് കണക്കൂട്ടില്ല, അവർക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു. പിന്നെ പല CPIയുടെ MLA-മാരും ജയിച്ചു വന്നത് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് തന്നെയാണ്. വലിയൊരു ശക്തിയുണ്ട് കേട്ടോ. CPIയുടെ ഒട്ടുമിക്ക ആൾക്കാരും വിജയിച്ചു. അവര് 12 പേര് മത്സരിച്ചു, 9 പേര് ജയിച്ചു അല്ലേ. ഇവര് എത്ര മത്സരിച്ചത്, എത്ര പേര് ജയിച്ചു അല്ലേ? 26 പേരാണ് ഇവർ ജയിച്ചത്. ശരിക്കും CPI ശരിക്കും പറയുന്നത് 25 പേര്, CPM-ന്റെ 25 പേരുണ്ട്. ഇവർ പറയുന്നത് ശരിക്കും തങ്ങൾ മത്സരരംഗത്തിറങ്ങിയാൽ, തങ്ങൾ മത്സരരംഗത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 26-ഉം 9-ഉം 35ആണ് അതാണ് കണക്ക്. 26 CPM-ഉം ഘടകകക്ഷികളൊന്നും ജയിച്ചില്ലല്ലോ, ഘടകകക്ഷികളടക്കം ചക്രശ്വാസം വലിച്ചല്ലോ. 9 CPIക്കാണ് ഏറ്റവും കൂടുതൽ 3 പേര് തോറ്റുള്ളൂ, പരാജയപ്പെട്ടു. ഇവർ പറയുന്നത് ഘടക കക്ഷികളൊന്നും ജയിച്ചില്ല. LDF-ന്റെ കെട്ടുറപ്പ് തന്നെ CPM-നൊപ്പം CPI ചേർന്നതാണ്. ശരിയാ, CPI MLA-മാർ കുറേ പേരൊക്കെ ജയിച്ച CPM-ന്റെ വോട്ട് കൊടുക്കൊണ്ടാകാം. നെടുമങ്ങാട് GR-ൽ ജയിച്ച് മുൻ മന്ത്രി GR-ൽ വിജയിച്ചതൊക്കെ ശരിയാണ്. പക്ഷേ CPI ഇല്ലാത്ത CPM എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. CPI ഇല്ലെങ്കിൽ CPM-ന്റെ തകർച്ച ഒന്നുകൂടി ഉറപ്പാക്കാം. അതിനിടവരുത്തിയാലുള്ള അവസ്ഥ എന്തെന്നറിയാമോ? ഈ പിണറായി വിജയനൊക്കെ CPIയെ തകർക്കാൻ ശ്രമിച്ചിട്ട് സ്വയം പാർട്ടി തകർന്നുള്ള അവസ്ഥ പ്രതിപക്ഷമേ ഇല്ലാതാകും. ഈ പ്രതിപക്ഷമേ ഇല്ലാതായാൽ ഇവർക്ക് മൃഗീയ സ്വഭാവമായിരിക്കും ഭരണപക്ഷത്തിന്. പിന്നെ UDF സർക്കാരിനെ പിടിച്ചാൽ കിട്ടില്ല. പ്രതിപക്ഷമില്ലാത്തൊരു സർക്കാരിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിയമസഭയ്ക്കുള്ളിൽ ഇതേപോലെ ഇപ്പം നോക്കൂ, നിയമസഭയിൽ CPM ഒരു ഭാഗത്ത്, CPI വേറൊരു ബ്ലോക്കായിട്ടിരിക്കുന്നു. പലയിടത്തും നടക്കുന്നു. നമ്മൾ ബംഗാളിൽ പ്രത്യേക ബ്ലോക്കാണ്, DMK ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കാണ് അല്ലേ, തൃണമൂലർ ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കാണ്, ബംഗാളിൽ തൃണമൂലർ പ്രത്യേക ബ്ലോക്കാണ്. അപ്പോൾ ഈ CPM CPI ചേർന്നാണ് പ്രതിപക്ഷം. ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്ത്. ഇത് CPI വേറെ ബ്ലോക്കായി പോയാൽ ഇവിടെ ശക്തി പകുതിയായി കുറയും. സ്വാഭാവികമായിട്ടും നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷമില്ലാത്ത, സജീവമായ പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ വരും. ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ക്രിയാത്മകമായ റോള് മൊത്തം CPI ആകും. CPI മാറി നിന്നാൽ CPIക്ക് പ്രത്യേക കക്ഷി നേതാവ് ഉണ്ടാകും. ഈ കക്ഷി നേതാവായിരിക്കും സ്പീക്കർ ചെയർ പരിഗണിക്കുക. ഈ കക്ഷി നേതാവിനാണെങ്കിൽ മാത്രമല്ല ഇരട്ടി പ്രതിരോധമായിരിക്കും CPM-നുണ്ടാകും. പിന്നെ CPM എങ്ങനെ ഉയർന്നു വരും? അതെ, ഒറ്റയ്ക്ക് മത്സരിച്ച് കേരളം ഭരിക്കാമെന്നോ പിടിച്ചടക്കാമെന്നോ എന്നുള്ള ചിന്ത രണ്ട് മുന്നണികൾക്കുമില്ല. കോൺഗ്രസും ഇല്ല, CPM-നും ഇല്ല. അപ്പോൾ പിന്നെ ഇതൊരു ആത്മഹത്യാപരമാണ് CPI പിണക്കുക എന്നുള്ളത്. പ്രതിപക്ഷ നേതൃസ്ഥാനം CPM-നാണെങ്കിൽ എന്തുകൊണ്ട് CPI കൊടുത്തുകൂടാ? അല്ലേ, രണ്ടാമത്തെ കക്ഷിയല്ലേ, അവരുടെ ന്യായമായ അവകാശമല്ലേ. ഒരു 9 പേരുണ്ട്. അതുപോലെ ഇവരുടെ മാതൃസംഘടന ഒരു CPM ജനിക്കുന്നതിന് മുന്നേ ജനിച്ച പാർട്ടിയാണ് CPM. പിന്നെ അവർ ശോഷിച്ചു പോയി. അതിൽ നിന്നുമാണല്ലോ CPM ഉണ്ടായത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ സംസ്കൃത വാക്കെടുത്താണ് EMS-നെ വിശേഷിപ്പിച്ചത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വിഘടിച്ചു വന്നത് CPIM ആണല്ലോ, CPI അല്ല. പിന്നെ CPIക്ക് ഇപ്പോൾ യുവാക്കളായ AYF-നും ഒക്കെ യുവാക്കൾ കുറവാണ്. ഒരു അണികൾ ഒരല്പം കുറവാണെന്ന് ഒഴിച്ചാൽ മൂല്യച്യുതിയും സംഭവിച്ചിട്ടില്ല. അവർ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഭരണത്തിലുണ്ടായിരുന്ന സമയത്തും CPM ഒരു രീതിയിൽ വഴിമാറി പോകുമ്പോഴൊക്കെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ കൃത്യമായി ചോദ്യം ചെയ്ത് തന്നെയാണ് CPI മുന്നോട്ട് പോയത്. അതെ, അവരുടെ ഇടതുപക്ഷ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം പലർക്കും നമുക്ക് രാഷ്ട്രീയമായൊക്കെ CPIയോട് വിയോജിപ്പുകൾ പലർക്കും ഉണ്ടായേക്കാം. പക്ഷേ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, അവരുടെ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ എല്ലാ സമയത്തും പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് CPM-നെ പ്രതിരോധിച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ CPM-ആണ് പ്രതിരോധത്തിൽ നിൽക്കുന്നത്, ഭരണകക്ഷിയല്ല. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിനേക്കാൾ കൂടുതൽ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ അഴിമതിയുടെ പേരിൽ പ്രത്യേകിച്ചും പിണറായി വിജയനാണ്. CPI ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ CPIക്ക് ഇവരെ വിമർശിച്ച് അല്ലെങ്കിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ടതിൻ്റെ ആവശ്യം തന്നെയില്ല. അതായത് കോൺഗ്രസും BJP-യും അതോടൊപ്പം തന്നെ CPI-യും പിന്നീട് ആക്രമിക്കുന്നത് CPM-നെ ആയിരിക്കും. CPM വല്ലാതെ ചുരുങ്ങിപ്പോകും, പരുങ്ങിപ്പോകും.
അടുത്തൊരു 10-15 വർഷത്തേക്കെങ്കിലും കേരളത്തിൽ ഒരിക്കലും അധികാരത്തിൽ വരാൻ പറ്റാത്ത രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശ്വാസം മുട്ടിപ്പോവുകയും ചെയ്യും. അതേസമയം CPIക്ക് വേണമെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ മോഡലിൽ കോൺഗ്രസിലേക്ക് നുഴഞ്ഞു കയറുവാനുള്ള സാധ്യതയും തുറന്നു കിട്ടും. പക്ഷെ അവിടെയും ഞാൻ ഈ പറഞ്ഞതിൽ പ്രതിപക്ഷം എന്നത് ഇല്ലാതായി പോകും. പ്രതിപക്ഷം ഇല്ലാതായി പോകും. വെറും പേപ്പറിൽ മാത്രമാണ്, സഭാ രേഖകളിൽ മാത്രമാകും. ഈ CPI എങ്ങാനും UDFിലേക്ക് ചേക്കേറുകയാണെങ്കിൽ അന്നത്തെ പോലെ ചേക്കേറുകയാണെങ്കിൽ എന്താകും ഇവിടുത്തെ അവസ്ഥ? പ്രതിപക്ഷമില്ല അല്ലേ? പ്രതിപക്ഷം തകർന്നടിയുന്നൊരവസ്ഥയും തീർച്ചയായും CPI അങ്ങനെ അവിടെ ആ സ്പേസ് അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ളൊരു പ്രശ്നം, പ്രതിപക്ഷം തകർന്നടിയുന്നതിനപ്പുറം അത് BJPക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. വളരെ കൃത്യമായൊരു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് BJP വളരെ നല്ല രീതിയിൽ സീറ്റ് സമാഹരിക്കും. അടുത്ത തവണ BJP വിജയത്തിലേക്ക് എത്തും എന്നുള്ള രീതിയിലേക്കാണ് പല കോണുകളിൽ നിന്നും പ്രതീക്ഷകൾ അവർ പറയുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഇനി അവരുടെ പ്രവർത്തനങ്ങൾ പോലെ ഇരിക്കും. അവരെങ്ങനെയാണ് വിഷയങ്ങളെ ടാക്കിൾ ചെയ്യുന്നത്, ആ വിഷയങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിനെ അവരെങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും BJPയുടെ ഗ്രോത്ത്. പക്ഷേ CPM ഈ രീതിയിൽ തകർന്നടിഞ്ഞാൽ എന്തായാലും ഒരു മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJPക്ക് ഉയരുവാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ടാകും. ഫലത്തിൽ CPM എന്നേക്കുമായി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വൈപ്പ് ഔട്ടായി പോകും. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളത്. അതെ, കനലൊരു അല്പം തരി ഇവിടെ മാത്രമേ ഉള്ളത്. ആ കനൽ കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതായത് 100 വർഷം നീണ്ടു നിന്ന് ഒരു പാർട്ടി എന്നേക്കുമായി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വംശനാശം വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. എന്തായാലും വളരെ അതിരൂക്ഷമായിട്ടാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം എന്തായാലും വളരെ അദ്ദേഹം അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അല്ലേ? ഈ ഒരു അവസ്ഥയിൽ UDF സർക്കാരിനെതിരെ 3 മാസമായി UDF സർക്കാർ അധികാരം തുടങ്ങിയിട്ട്, ഭരിക്കാൻ തുടങ്ങിയിട്ട്, UDF സർക്കാരിനെതിരെ ക്രിയാത്മകമായി എന്തെങ്കിലും ഒരു പ്രക്ഷോഭമോ വിലക്കയറ്റം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊക്കെ ഒരുമിച്ച് നിൽക്കാതെ ഇപ്പോൾ തന്നെ CPIയുമായിട്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല. നേരത്തെ ഒരു പ്രഖ്യാപിച്ചിരുന്നു, ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി തങ്ങൾ ഇനിയിപ്പോൾ CPMനൊപ്പം ഒരുമിച്ച് ഒരു മുന്നണിയിൽ ഒരു പ്രക്ഷോഭ പ്രകടിക്കോ ഒരു സമര പ്രകടിക്കോ തങ്ങളില്ല എന്നവർ ആദ്യമേ അറിയിച്ചിരുന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ MN സ്മാരകം പാർട്ടി ആസ്ഥാനമൊക്കെ വിട്ടു നിൽക്കുകയാണ്. പക്ഷെ അവരവരുടെ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫലത്തിൽ ഈ പറഞ്ഞതുപോലെ BJPക്ക് ഗുണകരമാണ്. BJPക്ക് നല്ല വളക്കൂറുള്ള മണ്ണായി മാറും. പക്ഷേ ഇപ്പോഴുള്ള 3 MLAമാർ നിയമസഭയിലും കേരളത്തിലും BJPക്ക് 3 MLAമാരുണ്ട്. നമ്മൾ അറിയുന്നത് ചില മഹാരാജ് ഭവൻജിൻ്റെ വാർത്താക്കുറിപ്പൊക്കെ വരുമ്പോഴാണ്. എല്ലാ ക്രിയാത്മകമായൊരു ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു നേട്ടം അവർക്ക് ടാക്കിൾ ചെയ്യും. കാരണം അവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് BJPക്ക് ഏറെ ഗുണകരമാണ്. എന്തായാലും CPM തകർന്നടിഞ്ഞ് പോവുകയാണ്. അത് BJP അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ് ഒരു മൃഗീയമായ നേട്ടത്തിലേക്ക് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, ചന്നഭിന്നമായ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരും. CPM 26 പേരും ഇപ്പുറത്ത്, 9 പേരുമായി CPI ഇപ്പുറത്ത്, 3 പേരുമായി BJP ഈ സൈഡിൽ. അങ്ങനെ ഈ സ്കാറ്റഡായ വിഷയങ്ങളിൽ ഒരു 3 പ്രതിപക്ഷ ഘടകങ്ങൾ ഉള്ള നിയമസഭയായി മാറും. അതെന്തായാലും UDFന് ഏറെ ഗുണം ചെയ്യും. കാരണം അവരെന്ത് തീരുമാനം കൊണ്ടുവന്നാലും. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് VD സതീശനാണ്. VD സതീശനെ പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. കാരണം ഘടകകക്ഷികൾ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല, ഭീഷണിപ്പെടുത്താനുള്ള ഗ്രൗണ്ടില്ല. അപ്പുറത്തൊരു ശക്തമായ പ്രതിപക്ഷമില്ല. ഇവരെങ്ങോട്ട് പോകും പറയാൻ പറ്റില്ല, പറ്റാത്ത എങ്ങനെ പാലം വലിച്ചാലും ഇവർക്ക് വേണമെങ്കിൽ CPI വേണമെങ്കിലും ചൂണ്ടാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തീർച്ചയായും അത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു വലിയ ശക്തി നേടിയെടുക്കും. ഒരു ഭയങ്കരമായ ശക്തിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ ആ ധാർഷ്ട്യപൂർവമായ വാക്കുകൾ CPIയെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ CPI എങ്ങനെ ഇപ്പോൾ തന്നെ അവർ നിസ്സഹരണത്തിലാണ്. ഇതിനുമപ്പുറം അവർ എങ്ങനെ തങ്ങളുടെ പ്രതിഷേധം CPMനെ LDFനെ അറിയിക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.